മക നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിൽ പോലും ആ കട്ടിലിൻ്റെ കിടക്കയിൽ പണമുയർത്തിയ നാഗത്തിനെ കഴുത്തിലിങ്ങനെ പിടിച്ചേക്കാണ്. മറ്റേ കൈകൊണ്ട് ഈ പെൺകുട്ടിയെ നശിപ്പിച്ചു കളയും. നമസ്കാരം. നാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചില നിഗമനങ്ങൾക്ക് എനിക്ക് തെറ്റുപറ്റാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരവുമില്ല. ഒരു കട്ടിൽ കിടക്കുമ്പോൾ കട്ടിലിൻ്റെ തലഭാഗത്തായി നാഗം പണമുയർത്തി നിൽക്കുന്ന കഥ പറഞ്ഞല്ലോ ഞാനത്. അതിൽ എനിക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. പിഴവാണോ അതോ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. അതിൽ നാഗത്തെ വെട്ടിക്കൊന്ന യുവതിയുടെ കഥയാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു യഥാർത്ഥ സംഭവം എന്നാണ് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ തന്നെ നടുങ്ങിപ്പോയി. ആ നടുങ്ങിപ്പോയ കഥ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഒരു മരവിപ്പ് പോലെ പടർന്നു കിടക്കുന്നു. ആ മരവിപ്പിൻ്റെ കഥയാണ് ഇന്നത്തേത്. നമ്മൾ നാഗങ്ങളെ തല്ലിക്കൊല്ലുകയും തല്ലിക്കൊന്ന് ദൂരെ കളയുകയും തല്ലിക്കൊന്ന് തീയിലിടുകയൊക്കെ ചെയ്യുമ്പോൾ ആ വംശത്തിനുണ്ടാകുന്ന ദോഷം വളരെ വലുതാണ്, ചെറുതൊന്നുമല്ല. ഇന്ന് തന്നെ ഞാൻ മുറിപ്പാലത്തടി മാടന്നപുരം ക്ഷേത്രത്തിലെ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാഗദുരിതം കൊണ്ട് സന്താന തടസ്സങ്ങളുണ്ടായി എത്ര പേരാണ്. രണ്ട് ദമ്പതിമാർ, ഒരു ദമ്പതി കുടുംബം, ഭാര്യയും ഭർത്താവും, രണ്ടുപേർക്കും ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. ശാസ്ത്രം നോക്കുമ്പോൾ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അയോഗ്യതയുമില്ല, പക്ഷേ സന്താനങ്ങളില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനൊരു സ്ഥലം ശരിയാണ്, ആ സ്ഥലത്തിൽ ഇങ്ങനെ ഒരു വീട്, ആ വീടുണ്ട്, അവിടെ പണ്ടെങ്ങാണ്ട് ഒരു കാവുണ്ടായിരുന്നു. അത് ആ വീടിൻ്റെ ഒരു വശത്തായി കാട് പിടിച്ചൊരു സ്ഥലമാണ്. കാട് പിടിച്ച ഒരു കാവുണ്ടായിരുന്നിട്ട് ആ കാവിട് നശിച്ച് അത് കാട് കയറി കിടക്കുന്ന സ്ഥലമാണ്. നാഗങ്ങൾ അതുവഴിയൊക്കെ കടന്നു പോകുമെങ്കിലും ആരെയും ഉപദ്രവിക്കാറില്ല. അപ്പം ചോദിച്ചു, നിങ്ങളവിടെ വാടകയ്ക്ക് താമസിക്കുന്നില്ലേ വീട്ടിൽ? ആരും താമസിക്കാറില്ല സ്വാമി. പക്ഷേ ഞങ്ങൾക്ക് വാടക കുറവായിട്ട് ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ താമസിച്ചാൽ ആ വീടിന് വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രമുള്ളത് കൊണ്ട് തന്നെ നാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്. നിങ്ങൾക്കവിടെ താമസിച്ചുകൊണ്ട് സന്താനങ്ങൾ ജനിക്കാനായിട്ടുള്ള യോഗമില്ല എന്നാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് കാരണം എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ പണ്ടൊരാൾ താമസിച്ചിരുന്നു വളരെ മുമ്പ്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ അച്ഛൻ, ആ ഉടമസ്ഥൻ്റെ അച്ഛൻ ആരായിരുന്നു? ഒരു ഭീകര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവമില്ല, നാഗങ്ങളില്ല, ദൈവവിശ്വാസങ്ങളില്ല. അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കാവ് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരാളിൽ നിന്ന് അദ്ദേഹം വിലയ്ക്ക് വാങ്ങുകയും ആ നാഗത്തെ ആ സ്ഥലം പുള്ളി ഉപയോഗശൂന്യമാക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അത് പലയിടത്തുമൊക്കെ പോയി സംസാരിച്ചപ്പോൾ ആ നാഗക്കാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈകൾ ദ്രവിച്ചു പോയി എന്നാണ് പറയുന്നത്. കാരണം ആ വിഗ്രഹം, അവിടെയുള്ള നാഗവിഗ്രഹങ്ങൾ വലിച്ചെടുത്ത് നിലത്തിട്ട് ചവിട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. എന്താണ് വരാൻ പോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ നാഗവിഗ്രഹങ്ങളെ ആ നാഗത്തിൻ്റെ പ്രതിഷ്ഠയിൽ നിന്നെടുത്ത് നിലത്തിട്ട് ചവിട്ടി അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ദ്രവിച്ചു പോയി. എന്നാലോചിച്ച് നോക്കൂ, പച്ച മാംസം, ആ മാംസം ഉണങ്ങി പൊടിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇത് എൻ്റെ കഥയിൽ ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല, ഇത് സംഭവിച്ചത്. കൈകാലുകൾ ഉണങ്ങി വരണ്ട്, രക്തയോട്ടം നിലച്ച്, ശരീരത്തിലെ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും നീല നിറമായി കുറേ കാലം തളർന്നു കിടന്ന് മരിച്ചു. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. നീല നിറം എന്ന് പറഞ്ഞാൽ രക്തം നീലിച്ചു പോയി, രക്തഓട്ടം ഇല്ലാതെ നീലിച്ചു പോയി. കണ്ണുകളും മുഖമൊക്കെ വൈകൃതമായി. പാമ്പിൻ്റെ ഗന്ധം അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സർപ്പങ്ങൾ ശ്വസിക്കുമ്പോഴുണ്ടാകുന്ന ഒരുതരം ഗന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഞാൻ പറയും, നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സന്താനയോഗം ഉണ്ടാകില്ല, നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കുക എന്ന് പറഞ്ഞു. നാഗങ്ങൾ ഇപ്പോഴും ആ കാടി പിടിച്ച സ്ഥലങ്ങളിൽ മതിലിൻ്റെ പുറത്തൂടെയൊക്കെ നല്ല കൊഴുത്ത നാഗങ്ങൾ, ചേരകൾ എല്ലാം സഞ്ചരിക്കുന്ന കാണാം. ആരെയും ഉപദ്രവിക്കാറില്ല. ഇതൊരു വലിയ സത്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ആ കഥയിലെ വീട്ടുവാടകക്കാരൻ കിടക്കുമ്പോൾ പണമുയർത്തിയ നാഗത്തെ കണ്ട ചരിത്രം ഞാൻ പുറകിലോട്ട് എടുത്തപ്പോൾ കണ്ടത് എന്താണ്? അവിടെ താന്ത്രികനായ ഒരാൾ, അവിടെ ആ കുലത്തിൽ 11 വയസ്സുള്ള, 9 വയസ്സിനും 11 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു പെൺകുട്ടി, അവരുടെ ആ പെൺകുട്ടിയുടെ താത്രി എന്നാണ് അവരുടെ ആ പെൺകുട്ടിയുടെ പേര്. ആ താത്രിക്കുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, 9 വയസ്സുള്ളപ്പോൾ ഇവളെ വിവാഹം വേളി കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. 46 വയസ്സുള്ള ഒരു മഹാവൃദ്ധൻ ബ്രാഹ്മണൻ, മഹാപണ്ഡിതനായ ബ്രാഹ്മണൻ, അദ്ദേഹം ഈ പെൺകുട്ടിയെ കണ്ട് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇതിൻ്റെ കഥ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. എന്നിട്ട് ഈ കുട്ടിയെ 9 വയസ്സിലും 11 വയസ്സിലും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടിയെ ഈ 46 വയസ്സുള്ള ഈ മഹാബ്രാഹ്മണൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. മഹാബ്രാഹ്മണനും പണ്ഡിതനുമായ ഇഷ്ടം പോലെ അളവറ്റ സ്വത്തുള്ള ഈ ബ്രാഹ്മണനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായി കഴിയുമ്പോൾ ഈ കുട്ടിയാണെങ്കിൽ, താത്രിക്കുട്ടി, എപ്പോഴും അവരുടെ കാവിൽ, ആ ദേവിക്കും കാവിലും വിളക്ക് വയ്ക്കുന്ന ഒരാളാണ്.
ആ കുട്ടിക്ക് ജീവിതത്തെക്കുറിച്ച് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആ പെൺകുട്ടി കാവിൽ ഉളക്കി വെച്ചിട്ട് നാഗങ്ങളോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എനിക്കിപ്പോൾ വിവാഹം വേണ്ട, എന്നെ വിവാഹം കഴിക്കരുത് മഹാനാഗങ്ങളെ, വിവാഹം കഴിപ്പിക്കരുത് മഹാനാഗങ്ങളെ, എനിക്ക് കുറേ കാലം കൂടി ഈ സമൂഹത്തിൽ ജീവിച്ച്, ഈ ഇല്ലത്ത് ജീവിച്ചല്ല, ഈ മനയിൽ ജീവിച്ചിട്ട് വേണം എനിക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ. എനിക്ക് സ്വപ്നങ്ങളൊന്നുമില്ല, എനിക്ക് എൻ്റെ നാഗങ്ങളെ പൂജിക്കണം, എൻ്റെ നാഗേക്ഷിയെ പൂജിക്കണം, നാഗരാജാവിനെ പൂജിക്കണം, എനിക്ക് ഈ കാവുമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ കുട്ടിയെ ഈ മഹാബ്രാഹ്മണനായിട്ടുള്ള ആൾക്ക് വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് ആദ്യ രാത്രി കുട്ടി ഭയവിഹ്വലയായി ആ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉത്തരത്തിൽ നിന്ന് വീണ ചുരുണ്ടിരുന്ന ഒരു പാമ്പ് നിലത്ത് വീണ് ഈ ബ്രാഹ്മണ പണ്ഡിതനെ വിഷം തൊട്ട് കൊല്ലുന്നു. വിഷധ്വംസനം നടത്തി. ഒറ്റ കൊത്തിന് അയാൾ ചത്തുപോയി, മലർന്നു വീണു എന്നാണ് പറയുന്നത്. നടപ്പടിയിലേക്ക് തലയടിച്ച് മരിച്ചു. നമ്മളിതൊക്കെ കഥയായിട്ട് പറയുകയല്ല, ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ആ കുട്ടി അലറി വിളിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. ഈ മഹാബ്രാഹ്മണൻ്റെ പ്രേതാത്മാവ് ഈ തറവാടിനെ അങ്ങോട്ട് നശിപ്പിക്കാൻ തുടങ്ങി. ഒരു നിവൃത്തിയുമില്ലാതെ അവിടുന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയെങ്കിലും ഈ പെൺകുട്ടിയെ ആ കാവും ആ സ്ഥലവും വിട്ട് അവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നില്ല. ഇവിടെ ആലോചിച്ച് നോക്കൂ, കുറച്ച് ബാല്യക്കാരികളും ഒക്കെ ആയിട്ട് അവരങ്ങനെ കഴിയുന്നു. കാരണം ഈ രാത്രിയാവുമ്പോൾ ഇയാളുടെ പ്രേതാത്മാവ് സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്ന മുറികളിൽ. വലിയൊരു സത്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് കഥയല്ല, ഇത് നടന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ കുട്ടി അവിടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹാമാന്ത്രികനായിട്ടുള്ള ഒരാൾ ഈ തറവാട്ടിലെ ചെറുപ്പക്കാരനായ കുറേ ചെറുപ്പക്കാരെല്ലാം കൂടെ സംഘടിപ്പിച്ച് ഇയാളെ പ്രേതാത്മാവിനെ തളയ്ക്കണം, ഇയാൾ കാരണം ഈ ഇല്ലത്തെ എല്ലാ സ്വത്തും, ഈ തറവാട്ടിലെ എല്ലാ സ്വത്തും നഷ്ടപ്പെട്ടു പോകും. ആ കുട്ടിയെ കല്യാണം കഴിക്കാവുന്ന മഹാബ്രാഹ്മണൻ സപ്രധ്വംസനമേറ്റ് മരിച്ചു. പക്ഷേ നമുക്ക് ഇല്ലത്തിലെ സ്വത്തുക്കൾ വേണം, ഈ തറവാട്ടിലെ സ്വത്തുക്കൾ വേണം, ഇവിടുത്തെ രഹസ്യം സൂക്ഷിക്കുന്ന നിലവറകളിൽ ഇരിക്കുന്ന സ്വർണവും വൈഢൂര്യങ്ങളും ഒക്കെ വേണം. അതുകൊണ്ട് ഈ പ്രേതാത്മാവിനെ തളച്ചതിന് ശേഷം ഈ സ്വത്തെല്ലാം സ്വന്തമാക്കാൻ അവർ തീരുമാനിക്കുന്നു. ഈ പാവം പേടിച്ചിരുന്ന ബാക്കിയുള്ള ബന്ധുക്കളും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ചെമ്പൂര് എന്ന് പറയുന്ന ഒരു വലിയ മാന്ത്രികനെ കൊണ്ടുവരുന്നു. ചെമ്പൂരാൻ എന്നാണ് ആ താളിയോലയിൽ എഴുതിയേക്കുന്നത്. ആ മനുഷ്യനെ കൊണ്ടുവരുന്നു. അയാൾ ആജാനബാഹുവായിട്ടുള്ള, കണ്ടാൽ അതിഭീകരനാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള നീട്ടിവളർത്തിയ മുടിയും ചെമ്പിച്ച കണ്ണുകളും ഈ ഒരു അഭ്യാസിയെപ്പോലുള്ള ശരീരമൊക്കെ ഉള്ള വളരെ താന്ത്രിക കർമ്മങ്ങളിൽ പ്രേതാത്മാക്കളെയൊക്കെ ചൂണ്ടുവിരലിൽ വിളിച്ചു വരുത്തി നിർത്തി ഇല്ലാതാക്കി കളയുന്ന അതിതാന്ത്രികനായിട്ടുള്ള ചെമ്പൂരാൻ വരുന്നു. ഈ കുട്ടി ഭയന്നുപോയി. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ പ്രേതാത്മാവിനെ തളച്ചു തരാം, നിങ്ങൾ 7 ദിവസത്തേക്ക് ഈ തറവാട്ടിലേക്ക് വരികയോ ചെയ്യരുത്. ഇയാൾ ശിഷ്യന്മാർ വരുന്നു. അതിഭീകരമായ കൗളമാർഗത്തിലുള്ള മത്സ്യം മൈഥുനം എന്ന് പറഞ്ഞാൽ ഈ പരിഹാരക്രിയകളെല്ലാം ചെയ്തതിന് ശേഷം ആ കളത്തിലിട്ട് ഈ പെൺകുട്ടിയെ ഉപയോഗിക്കും എന്നുള്ളതാണ്. മൈഥുനകർമ്മം ചെയ്യുക എന്നുള്ളതാണ്. കൗളമാർഗത്തിൽ വൈദികവും കൗളവുമുണ്ട്. അതിൽ ഞങ്ങളൊക്കെ വൈദിക കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത്, മറ്റതൊക്കെ സങ്കല്പമാണ്. ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് 7 ദിവസം അതിഭീകരമായ മഴ. പക്ഷേ 5-ാം ദിവസം രാത്രി കഴിയുന്ന മുതൽ അതിഘോരമായ മഴയാണ്. പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. പിന്നെ വൃക്ഷലതാദികൾ മുഴുവൻ ആടി ഉലഞ്ഞ് നിലത്ത് വീഴുന്നു. തറവാടിൻ്റെ മേൽക്കൂരകൾ പറന്നു പോകുന്നു. പക്ഷേ ഇദ്ദേഹം അതിൽ നിന്ന് അനങ്ങിയില്ല. ആ പെൺകുട്ടിയെ നഗ്നയാക്കി ഇരുത്തിയിട്ട് അതിഭീകരമായിട്ടുള്ള കർമ്മം ചെയ്യുകയാണ്. ആ കർമ്മത്തിൻ്റെ അവസാനം എന്താണ്? ഈ കിടക്കയിലേക്ക് ആ പെൺകുട്ടി ഇയാളെ കിടക്കയിലേക്ക് പോകും. എഴുന്നേറ്റ് സാധാരണ യന്ത്രക്കളവാണ്. ആ യന്ത്രത്തിലിട്ട് തന്നെ ഈ സ്ത്രീയെ ഈ പെൺകുട്ടിയെ ഉപയോഗിക്കുമെന്നാണ് സങ്കല്പം. പഴയ കാലത്തുള്ള കൗളമാർഗത്തിലുള്ള അത് പല രീതിയിലും വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇയാൾ ഈ കിടക്കയിലേക്ക് ഈ ചൂരലെടുത്ത് ആ ചൂരലോടുകൂടി ഈ പെൺകുട്ടിയെ ഈ മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നാഗങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് തൻ്റെ നഗ്നത 11 വയസ്സ് എന്ന് ആലോചിച്ച് നോക്കൂ. 9 വയസ്സിനും 11 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സും ക്രൂരനായ അതികഠിന ഹൃദയമുള്ള ഒരു ചെമ്പൂരാൻ എന്ന് പറയുന്ന ഒരു കർമ്മിയും തമ്മിലുള്ള ബന്ധമാണ് ഈ പറയുന്നത്. അവളെ ദേവിയാക്കി പൂജിച്ചിരുത്തി അവളെ രതിയുടെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു താന്ത്രിക കർമ്മമുണ്ട് ഇതിനകത്ത്. മത്സ്യം മൈഥുനം എന്ന് വേറെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് കർമ്മങ്ങളുണ്ട് കൗളമാർഗത്തിൽ. അങ്ങനെ ഇവളെ ചൂരൽ കൊണ്ട് കിടപ്പറയിലേക്ക് കൊണ്ടുവന്നു. ഇവളെ ആ കട്ടിലിലേക്ക് നമ്മൾ പറഞ്ഞ കട്ടിലിലേക്ക് ഇങ്ങനെ നിലത്ത് ഇട്ടിട്ട് ഇവളെ നശിപ്പിക്കാനല്ല, ഇവളെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ
ഇവിടെ മഹാനാഗങ്ങളെ അമ്മേ നാഗേക്ഷി നാഗരാജാക്കന്മാരെ എന്ന് ഉറക്കെ നാഗേക്ഷിൻ്റെ നാഗേക്ഷി തമ്പുരാനെ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്ക് വളറിക്കൊണ്ട് ഒരു പുരുഷനെ താങ്ങാൻ പറ്റുന്നുള്ള ഒരു പിഞ്ച് ശരീരമല്ലോ അവളുടേത്, പിഞ്ച് ശരീരമല്ല കുട്ടിയുടേത്. ആ നിലവിളിക്കുമ്പോഴത്തേക്ക് ഒരു നാഗം ഇങ്ങനെ ഭണമുയർത്തി. ആ കട്ടിലിൻ്റെ കിടക്കയിലേക്ക് ഒരു നാഗം വന്ന് വീണിട്ട് അത് ആ കട്ടിലിൻ്റെ കിടക്കയിൽ നിലമുയർത്തി. ഭണമുയർത്തുമ്പോൾ തന്നെ ഈ കുട്ടി അടിയിലും ഇയാൾ മുകളിലുമുണ്ട് താന്ത്രികൻ. ഇയാൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നാഗത്തിൻ്റെ കഴുത്തിൽ ഒരൊറ്റ പിടിപിടിക്കും, ആ ഘോരമായ നാഗത്തിൻ്റെ. അപ്പോൾ ഈ താന്ത്രികൻ്റെ ശക്തി നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇയാൾ ഈ പെൺകുട്ടിയെ ഉപയോഗിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൈയിൽ അമർത്തിപ്പിടിച്ച നാഗം, ആ കട്ടിലിൻ്റെ കിടക്കയിൽ ഭണമുയർത്തിയ നാഗത്തിനെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചേക്കാണ്, മറ്റേ കൈ കൊണ്ട് ഈ പെൺകുട്ടിയെ നശിപ്പിച്ച് കളയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അലറി വിളിച്ച് കരഞ്ഞാൽ പോലും പുറത്ത് അതിഭീകരവും ഘോരമായ മഴ, അതിഭീകരമായ ഇടിയും മിന്നലും കൊടുങ്കാറ്റും കൊണ്ട് ഈ തകർത്ത് പെയ്യുന്ന മഴ, ഈ കാവിലെ നാഗങ്ങളും ഈ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ തെക്കതിൻ്റെ വാതിലൊക്കെ തന്നെത്താൻ തുറക്കുക ചെയ്യണേ. പക്ഷെ ആ പെൺകുട്ടി, ആ പെൺകുട്ടി തകർന്നു പോയി എന്നുള്ളതാണ്, നിലംപരിച്ചു പോയി. അത് ആ ഭീകരനായിട്ടുള്ള ആ താന്ത്രിക് കർമ്മിയുടെ ശക്തിയിൽ അയാൾ എഴുന്നേൽക്കുമ്പോൾ ഈ കർമ്മം, ഈ ശാരീരിക ബന്ധം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ നാഗം, ഒരു കൊഴുത്ത നാഗം, കാർക്കോടകൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്, അത് ചതഞ്ഞ് ഈ ഭക്തിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഒന്ന് ആലോചിക്കണം, ചതഞ്ഞ് മരിച്ചിട്ട് ആ പിടിയുടെ ബലം, ഒരു കൈ കൊണ്ട് ആ ഭണമുയർത്തിയ നാഗത്തെ അമർത്തി പിടിച്ചുകൊണ്ട് പകയോടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പകയോടുകൂടി തൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ഉപയോഗിക്കുന്ന ഒരു താന്ത്രിക് കർമ്മമാണ് അവിടെ നടന്നത്. ആ കട്ടിലാണ് 200 വർഷം. ഇത് വളരെ വളരെ വർഷത്തിന് മുമ്പുള്ള കഥ ഞാൻ എടുത്തതാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇയാൾ ആ നാഗത്തിനെ വിടുമ്പം അത് അരഞ്ഞു വീണു എന്ന് പറയണം. പക്ഷേ ഇണനാഗമാണ്. എപ്പോഴും നമ്മൾ ആ നാഗത്തിനെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇണനാഗം വെയിറ്റ് ചെയ്തിരിക്കും. അത് എപ്പം തക്കം പാർത്തിരുന്ന് നീ എങ്ങനെയാണോ എൻ്റെ ഇണയെ കൊന്നത് അത് ആ സമയമാകുമ്പോൾ തിരിച്ച് ചെയ്തിരിക്കും. അത് നാഗങ്ങൾക്ക് മാത്രമുള്ള നാഗം സത്യമാണെന്നുള്ളതാണ്. നാഗത്തിനെ നമ്മൾ ഉപദ്രവിച്ചാൽ അത് നിൻ്റെ വംശം നശിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, എത്ര കഴിഞ്ഞ് ഇന്ന സമയം ഇന്ന സമയത്ത് ഞാൻ നിന്നെ ഇല്ലാതാക്കിയിരിക്കും. എങ്ങനെയാണോ നീ എൻ്റെ ഇണയെ കൊന്നത് അതുപോലെ നിനക്ക് ഇണ ചേരാനായിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ളൊരു വലിയ സത്യമുണ്ട്. എന്തായാലും ഈ നാഗത്തിനെ അവർ ദഹിപ്പിച്ച് കളഞ്ഞു. ഇയാൾ താന്ത്രിക കർമ്മമല്ലേ. ആ പെൺകുട്ടി വളരെ കാലത്തിന് ശേഷം തൂങ്ങി മരിക്കുകയാണ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞൊരു കാര്യം. ആ പെൺകുട്ടി തൂങ്ങി മരിച്ചു. കാരണം അത് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രേതാത്മാവിനെ അടക്കം ചെയ്തു. അതിനെ ഈ താന്ത്രിക കർമ്മം കൊണ്ട് ഈ ചെമ്പൂരാൻ തന്നെ ആ പ്രേതാത്മനെ അടക്കം ചെയ്ത് ആണിയടച്ച് ഈ കെട്ടിടത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തുണ്ട്. അതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും ആർക്കും മനസ്സിലാക്കാനും തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ പിന്നീടാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ചെമ്പൂരാൻ എന്ന് പറഞ്ഞ മന്ത്രവാദിയുടെ സ്കിന്നിനെല്ലാം വ്യത്യാസം വരുവാണ്, തൊലിക്കെല്ലാം വ്യത്യാസം വരുന്നു. കൺപോളകൾ കൃഷ്ണമണി അടർന്ന കായിൽ തലയിലേക്ക് വീഴുന്നതാണ്. ആ ഒരു തേജസ് ഉണ്ടായിരുന്ന അയാളുടെ കരുത്ത് മുഴുവൻ ചുവന്നു പറയും. മാന്ത്രിക കർമ്മങ്ങൾ മുഴുവൻ മറക്കുകയും ഇയാൾ ശിഷ്യന്മാരെ മന്ത്രവാദങ്ങൾ മുഴുവൻ താന്ത്രിക കർമ്മങ്ങൾ മുഴുവൻ മറന്നു പോവുകയും ഇയാൾ അലറി വിളിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ ഓടിമറുവാണ്. നാഗം, ഒരു ഭണമുയർത്തിയ നാഗം ഇദ്ദേഹത്തിനെ കൊത്താൻ ഓടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇരുട്ടിലൂടെ ഓടുന്നു എന്നാണ്. ഓടി ഈ സർപ്പക്കാവിലേക്ക് വരും. ഈ സർപ്പക്കാവിൽ മണർന്ന് വീണുകൊണ്ട് ഭ്രാന്ത് പിടിച്ചവനെ പോലെ പിന്നിലേക്ക്. അപ്പോഴത്തേക്ക് ഈ തൊലിയെല്ലാം ഈ സ്കിന്നിൻ്റെ ഈ സർപ്പത്തിൻ്റെ തൊലി ഇളകുന്ന പോലെ ഈ ശരീരത്തിൻ്റെ തൊലിയെല്ലാം ഇളകിപ്പോയി കഴിഞ്ഞു. ആ ചെമ്പൂരാൻ അതിഭീകരൻ. ഞാനിതൊരു നോവലാക്കണമെന്ന് വിചാരിക്കുകയാണ്. അയാൾ അതിഭീകരമായിട്ട് അവസാനം സർപ്പക്കാവിൽ തലയടിക്കുകയാണ്. ആ സർപ്പ വിഗ്രഹത്തിൽ, അവിടെ ഉണ്ടായിരുന്ന സർപ്പ വിഗ്രഹത്തിൽ തലയടിച്ച് മൃത്യു മരിക്കൂല. ആ തലയടിച്ച് അവിടെ കിടക്കും. ആർക്കും ഇയാൾ അടുത്തോട്ട് പോകാൻ പറ്റൂല. അത്ര ദുർഗന്ധം ആ കാവിൽ തന്നെ കിടക്കുവാണ്. ഗന്ധവുമൊക്കെ ആക്കിയിട്ട് ഈ തലയടിച്ച് ചോരയും ഒലിപ്പിച്ച് അങ്ങനെ കിടക്കുമ്പോഴാണ് ആ സമയമുണ്ട്. ആ കറക്റ്റ് സമയം, ആ കൊന്ന സമയമുണ്ടല്ലോ, ആ കൊന്ന സമയത്ത് ഒരു ഇണനാഗം വന്നിട്ട് എങ്ങനെയാണോ അയാളുടെ കഴുത്തിൽ പിടിച്ചത് ആ ഇണനാഗം വന്നിട്ട് ഇയാളുടെ കഴുത്തിലിങ്ങനെ വരിഞ്ഞു ചുറ്റും. ഇയാളുടെ കഴുത്തിൽ വരിഞ്ഞു ചുറ്റിയിട്ട് ആ കഴുത്തിലേക്ക് ഒരൊറ്റ കൊത്താണ് തിരുനെറ്റിയിൽ. ആ കൊത്തിൽ അയാളുടെ തലയോട്ടി പിളർന്നു പോയി എന്നാണ് പറയണേ, ആ പക. എന്നിട്ട് ആ വിഗ്രഹത്തിൽ തലയടിച്ച് മരിക്കും. ഇത് നിങ്ങൾ കഥയായിട്ട് കാണരുത്. ഞാൻ പറയുന്നത് എൻ്റെ ഉപാസനാമൂർത്തിയിലൂടെ, എൻ്റെ കണ്ണേശ്വരുടെ ഉപാസന ബലത്തിൽ എങ്ങനെയാണ് നടന്നു എന്ന് വേണം. ആ കട്ടിലാണ് ഇദ്ദേഹം വാങ്ങിച്ചിട്ടേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, താങ്കൾ ഒരിക്കലും ഈ കട്ടിലിൽ കിടക്കാൻ പറ്റില്ല. ഈ കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഹാവിപത്തുകളുണ്ട്.
ഈ കട്ടിലും ഈ വീടും നിങ്ങൾക്ക് തരില്ല. ഈ വീടിൻ്റെ ഏതോ ഭാഗത്ത് ഈ താത്രിക്കുട്ടി എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള ഈ പെൺകുട്ടി അടക്കം ചെയ്തിട്ടുണ്ട്. അത് അടക്കം ചെയ്താൽ പ്രേതാത്മാവായിട്ട് ഉയർന്നു വരാതിരിക്കാനായിട്ട് ആണി എന്തോ അടിച്ച് തറച്ചിട്ടുണ്ട്. അതിൻ്റെ ഏതോ ഭാഗത്താണ് വീടിരിക്കുന്നത്. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ സന്താന വംശമില്ലാതായി പോകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും. അപ്പോൾ ഞാൻ സ്വാമി ഈ വീടും സ്ഥലമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫർണിച്ചർ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇത് ഉപയോഗിക്കാൻ നിൽക്കരുത്, ഇത് വലിയ ആപത്തായിട്ട് തീരും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്തായാലും ആ കിടക്ക എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, കത്തിച്ച് കളഞ്ഞാലോ? തൊടാൻ പാടില്ല. നിങ്ങൾ ഈ വീടും ഈ കട്ടിലും ഈ വീടും ഇത് പൂട്ടിയിടുക. ഇത് നിങ്ങളുടെ ഓർമ്മകളിൽ പോലും വരരുത്. എത്രയെങ്കിലും കാലം കഴിഞ്ഞ് നമുക്കിത് ആലോചിക്കാം. തൽക്കാലത്തേക്ക് ഇത് ഒന്നും ചെയ്യാതിരിക്കുക. ഒരു വാച്ചറെ പോലും, ഒരു കാവൽക്കാരൻ പോലും നിങ്ങളുടെ ഈ വീടിന് കാവലായിട്ട് വരില്ല. നമ്മളിത് കേൾക്കുമ്പോൾ ഒരു കഥയായിട്ട് തോന്നും, പക്ഷേ ഇതൊരു വലിയ സത്യമാണ്. ആ സത്യത്തിൻ്റെ ഏറ്റവും വലിയ, ഇപ്പോഴും ആൾക്കാർ പറയും, ചില ദിവസങ്ങളിൽ നാഗങ്ങൾ വന്ന് തലകീഴായി കിടക്കും. ഞങ്ങളിത് വായിക്കരുതെന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് സർപ്പഭയം തുടങ്ങി. ആ കട്ടിലിനെ കുറിച്ചുള്ളത്, അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം ഞാനൊരു കഥ പറയുന്ന പോലെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആ വീട് ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ സാധാരണയാണെങ്കിൽ പോലും ഒരു നാഗദോഷം ഉണ്ടായാൽ, നാഗദുരിതം ഉണ്ടായാൽ ഉണ്ടാകുന്ന വിപത്തുകൾ, ആപത്തുകൾ, മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കണമല്ലോ. ഭഗവാൻ വിളിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ഇപ്പോൾ നാളെയും വന്നിരുന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ DNA ചാനലിൽ വന്നിരുന്ന എല്ലാവരോടും ഇതുപോലെ കഥകൾ പറയാമെന്ന് പറഞ്ഞാൽ നടക്കൂല. ആ ഈശ്വരൻ വിളിക്കുന്നൊരു സമയം, ഈശ്വരൻ ഇന്നും എന്നെ ജീവിപ്പിക്കാനും ഇതുപോലുള്ള കഥകൾ പറയാനും. ഇന്ന് ഞാൻ 40 പേരുടെ ഫലം, 40ഓളം പേരുടെ ഫലം മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു പറഞ്ഞിട്ടാണ് വന്നത്. വലിയ വിചിത്രമായ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങളുണ്ട്, സർപ്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളുണ്ട്. ഒരുപാട് ഈ അനുഭവങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ നാളെയുണ്ട് 15-ാം തീയതി വരെ ഞാൻ അവിടെ ഇരുന്ന് ഞാനിത് മുഴുവൻ ആൾക്കാരുടെ അനുഭവങ്ങൾ കേൾക്കും. പലരും പറയും, സ്വാമി DNA പോയിട്ട് ഞങ്ങളുടെ പേര് പറയരുത്. പേര് പറയില്ല, എന്തിനാ പേര് പറയുന്നത്? പക്ഷേ ആ സംഭവം, ആ ഇൻസിഡൻറ്റ് ഞാൻ ആൾക്കാരോട് വിവരിക്കുന്നത് എന്തിനാണ്? എന്താ DNA പ്രേക്ഷകരോട് എന്തിനാണ് പറയുന്നത്? നമ്മളിതൊക്കെ ശാസ്ത്രം വളർന്ന ആകാശവും ചന്ദ്രനിലൊക്കെ മനുഷ്യൻ പോയിട്ടുണ്ട്. വേണമെങ്കിൽ നാളെ കത്തിച്ചൊരു കോടാനുകോടി നക്ഷത്രകോളങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന സൗരയൂഥത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥം, ഇവിടെ എല്ലാ സംഭവങ്ങളും ഈ മനുഷ്യൻ കണ്ടെത്തുകയും സംസാരിക്കും. ഇതിനെക്കുറിച്ചെല്ലാം ആചാരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്താൽ പോലും ഇവിടെ നാഗങ്ങളുടെ ശക്തി, പ്രതിഷ്ഠകളുടെ ശക്തി, പ്രതിഷ്ഠകളെടുത്ത് നിലത്തിരിക്കാനുണ്ടാകുന്ന ശക്തി, പ്രതിഷ്ഠകളെ നിലനിർത്തി പിന്നെ ചവിട്ടി തേച്ചാലുണ്ടാകുന്ന ശക്തി, ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ശക്തികൾ ഈ ഭൂമിയിലുണ്ടായെന്നും നിങ്ങൾ എന്തൊക്കെയാണ് ഇല്ല എന്ന് നമ്മളൊരുത്തരെ കൊല്ലുന്നു, നമ്മൾ ഒരാളുടെ പൈസ മോഷ്ടിക്കുന്നു, ആ പൈസ മുഴുവൻ ഞാനും എൻ്റെ മകനും കൂടെ ഉണ്ടാക്കുന്നു, അതെല്ലാം അറിയാതെ നമ്മൾ പിടിക്കപ്പെടും എന്നറിയുമ്പോൾ ഇത് മറ്റൊരാളുടെ പേരിലാക്കുന്നു. ആ മറ്റൊരാൾ ഇതിൻ്റെ സത്യാവസ്ഥ നിയമപാലകരെ, ഇപ്പോൾ നടന്നൊരു ഇൻസിഡൻ്റാണ്, ഞാൻ ആളും പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം എല്ലാവരുടെ അടുത്തും പോകുന്നു, എന്നെ രക്ഷിക്കണം, ഞാനിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ആ അച്ഛൻ്റെയും മകൻ്റെയും സ്വാധീനത്താൽ എന്ത് പറ്റുന്നു? ഇയാളെ കൊലപാതകിയായിട്ട്, ഇയാളെ കള്ളനായി മുദ്ര കുത്തപ്പെടും. അയാളുടെ സത്യാവസ്ഥ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും തിരിച്ചറിഞ്ഞില്ല. അവരെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും. ആ പ്രേതാത്മാവിൻ്റെ വേദന, അയാൾ പിടഞ്ഞു മരിക്കുമ്പോൾ, അയാൾ എവിടെയാണോ ജോലി ചെയ്തത് ആ മുറിക്കുള്ളിൽ ഇരുന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അയാൾ അനുഭവിച്ച വേദന, തൻ്റെ ഭാര്യയിൽ നിന്ന്, തൻ്റെ മക്കളിൽ നിന്ന്, തൻ്റെ കുടുംബക്കാരിൽ നിന്ന്, തൻ്റെ സ്നേഹിതരിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ അനുഭവിച്ച വേദന, അദ്ദേഹത്തെ കള്ളനാക്കാൻ ശ്രമിച്ചവരും അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുമൊക്കെ ഒരു സ്വാധീനവും ഇല്ലെങ്കിൽ പോലും ഈ ജന്മം അവസാനിക്കുന്നതിന് മുമ്പ് അനുഭവിച്ച് തീർത്തേ പറ്റൂ എന്നുള്ള പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. അത് 100%. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് പകച്ചു പോവും, നമ്മൾ പകച്ചു നിൽക്കാനേ പറ്റൂ. മരിച്ചവർ പ്രേതാത്മാക്കളായി സഞ്ചരിക്കും, അവർ പ്രതികാരദാഹികളായിട്ട് മാറും. ഇത് ഇനി എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും, ആരൊക്കെ യുക്തിവാദികൾ ഇതിനെ എതിർത്താലും, എന്തൊക്കെ കമ്മ്യൂണിസം പറഞ്ഞ് ഇതിനെയൊക്കെ നമ്മൾ തല്ലിക്കെടുത്താൻ ശ്രമിച്ചാലും, ഇവിടെ കർമ്മഫലങ്ങൾ, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ നിന്നെ പിന്തുടരുന്നു എന്നുള്ള ഒരു സത്യം നീ തിരിച്ചറിയണം. ഈ സർപ്പങ്ങളെ തൊട്ടുള്ള കളിയും, സസത്യങ്ങൾ ചെയ്യുന്നതും, വിശ്വാസവഞ്ചന കാണിക്കുന്നതും, ചതിക്കുന്നതും, വാക്കിന് വ്യവസ്ഥയില്ലാത്തതും, വാക്ക് പാലിക്കാത്തതും ഒക്കെ തന്നെ എന്താണ്? ഈ നാളെ നീക്കോ, നിൻ്റെ തലമുറകൾക്കോ, നിൻ്റെ വംശത്തിനോ, നിനക്ക് 1000 മക്കളുണ്ടായിക്കോട്ടെ, അതെല്ലാം തന്നെ സർവനാശത്തിലേക്ക് പോകും എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ ഞാൻ തരാം. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ദിവസം, ഇന്നലെ പറഞ്ഞു 40 പേരുടെ ഫലം, ഇന്ന് പറഞ്ഞു 40 പേരുടെ ഫലം, നാളെ 15-ാം തീയതി വരെ ഓരോ ദിവസവും 40 പേരുടെ ഫലം പറയുന്ന ഒരാളെന്നുള്ള നിലയിൽ, അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരമില്ല എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ടാൽ കുറേ എഴുതി കൊടുക്കും, ഒരു കാര്യമില്ല.
നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ ഇത് സഹിക്കാനുള്ള ശക്തി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഞാൻ സഹിക്കാനുള്ള ശക്തി ഈശ്വരനോട് ചോദിക്കുന്നു. എനിക്ക് സഹിക്കാനുള്ള ശക്തി തരൂ ഭഗവാനെ, എനിക്ക് സഹിക്കാൻ വയ്യ. പരിഹാരം പലതിനുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ പൂർവികർ ചെയ്തു പോയ കർമ്മത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം വിശ്വാസവഞ്ചനയും ചതിയും ഇതെല്ലാം തന്നെ നമുക്കൊരു ബൂമറാങ് പോലെ തിരിച്ചടിച്ചു വന്ന് ജീവിതത്തിൻ്റെ അവസാന കാലം നമ്മളെ ചെമ്പൂരാൻ്റെ മാന്ത്രികൻ്റെ കഥ പറഞ്ഞ പോലെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ശക്തി, ചെയ്യുന്ന കർമ്മത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മകം നക്ഷത്രത്തിൻ്റെ ഫലമാണെന്ന് പറയാൻ പോകുന്നത്. മകം നക്ഷത്രം, മകം പിറന്ന മങ്ക. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മകം നക്ഷത്രം വളരെ ഉത്തമമാണ് എന്ന് ജ്യോതിഷം പറയുന്നുണ്ടെങ്കിലും മകം നക്ഷത്രത്തിൽ പിറന്ന ഒരുപാട് നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ സ്വാമി ദോഷങ്ങൾ മാത്രം പറയാനാണോ ഇവിടെ വന്നിട്ട് ഇതൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ, ദോഷങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ രാജയോഗവും നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ മകം നക്ഷത്രത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുസരിച്ച് നമുക്ക് വന്നു ചേരാൻ പറ്റുന്ന ചില ദോഷങ്ങൾക്ക് പരിഹാരമല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധ. നമ്മൾ ആ അബദ്ധത്തിലേക്ക് ചെല്ലിപ്പോൾ നമ്മൾ ഒരിടത്തേക്ക് പോകുന്നു, നമ്മൾ പോകാൻ ഇറങ്ങുമ്പോൾ ഒരാൾ പുറകെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് 2 മിനിറ്റ് വന്ന് ഇരുന്നതിന് ശേഷം ഇറങ്ങുന്നതാണ് നല്ലത്. കാരണം ഒരാൾ തടസ്സം പറഞ്ഞു, ആ തടസ്സം പറഞ്ഞതിനൊരു കാരണം കാണും അല്ലേ? തടസ്സം പറഞ്ഞതിനൊരു കാരണം കാണും. നമ്മൾ വീട്ടിനകത്ത് ചിലർ പുറത്തോട്ടിറങ്ങിയാൽ അകത്തേക്ക് തിരിച്ചു കയറിയാൽ അതിനകത്ത് കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. മകൻ നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിൽ പോലും നമുക്ക് ധനപരമായ കാര്യത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ പറ്റും. നല്ല നേതൃത്വ ഗുണമുണ്ടായിരിക്കും. ഉദരരോഗം സംബന്ധിച്ചിട്ടുള്ള ചില ദോഷങ്ങളെ നമ്മൾ ലക്ഷണങ്ങളുണ്ട്. പൂർവ്വജന്മത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത ചില ജന്മാംശങ്ങൾ ഈ ജന്മത്തിലും മകനക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനക്രിയയ്ക്ക് ദോഷമുണ്ടാകുകയും ഈ വരുന്ന 30 ദിവസത്തേക്ക് ഉദരരോഗത്തിനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യും. നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് രോഗാവസ്ഥ വരാനും മരുന്നുകളിലെ വിഷാംശം അത് നമുക്ക് തിരിച്ചടിക്ക് കാരണമാവുകയും ചെയ്യും. പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ നമ്മൾ ശിവപാർവതി ക്ഷേത്രത്തിൽ എന്തെങ്കിലും പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. ധനപരമായ കാര്യത്തിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കുറച്ച് കാലം കൂടെ നിൽക്കുമെങ്കിൽ പോലും മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും. കറക്റ്റായിട്ടുള്ളത് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ഗ്രഹനില നോക്കിയിട്ട് ഗ്രഹനില നന്നായിട്ട് ഗണിച്ചു പറയാൻ പറ്റുന്നവരും ആ ഗ്രഹനിലയിലൂടെ പൂർവ്വജന്മം നോക്കി പറയാൻ പറ്റുന്നുള്ള പണ്ഡിതന്മാരെ അത്യാവശ്യം മകം നക്ഷത്രക്കാർ കാണുന്നത് ഈ കാലഘട്ടത്തിൽ കാണുന്നത് നല്ലതാണ്. അവർ നന്നായിട്ട് പറഞ്ഞ ചില പരിഹാരങ്ങൾ പറഞ്ഞതും വീട്ടിൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനായികയുടെയോ മകം നക്ഷത്രമാണെങ്കിൽ അവരുടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും മഹാസുദർശനവും മഹാമൃത്യുഞ്ജയവും ചെയ്താൽ വീട്ടിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾക്ക് മാറ്റമുണ്ടാകും. നാൽക്കാലികളെ വീട്ടിന് വെളിയിലേക്ക് വളർത്തുക. നാൽക്കാലി എന്ന് പറഞ്ഞാൽ നായ്ക്കളെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ ഭൈരവന്മാരെ വീട്ടിന് പുറത്തേക്കാക്കുക. വീട്ടിനകത്തേക്ക് വളർത്തിയാൽ ഈ 30 ദിവസത്തെ നാൽക്കാലികളിൽ നിന്ന് ഭൈരവന്മാരിൽ നിന്ന് ചില രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മകം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് അവരൊരു അകലം പാലിക്കുന്നത് നല്ലതാണ്. പല്ലി, പാറ്റി, പറുകാല എന്നൊക്കെ ഉള്ളതുണ്ട്. ചെലന്തി വല ഇതൊക്കെ പെട്ടെന്ന് പടർന്നു പിടിക്കാനും പെട്ടെന്ന് വളരാനുമുള്ള സാധ്യത കൊണ്ട് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്ന് വീടിനെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഒരു ശുദ്ധികലശം വീടിന് സുദർശനക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു സുദർശനക്രിയ മാത്രം ചെയ്യുക. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. സന്ധ്യ കഴിഞ്ഞ് രാത്രികളിൽ പുറപ്പെടാതിരിക്കുക. സന്ധ്യ കഴിഞ്ഞുള്ള യാത്രകൾ വളരെ ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതാണ്. ഈ മകൻ നക്ഷത്രക്കാർ അനുകൂലമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ കടന്നു പോകുന്ന കാലഘട്ടമാണ്. എല്ലാം നല്ലതുണ്ടാകുന്നതിനോടൊപ്പം പൂർവ്വജന്മത്തിലെ ദോഷങ്ങളും കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് പിതൃക്കൾ ക്യാൻസർ ബാധ വന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ലം ക്ഷേത്രത്തിൽ ഇവിടെ ഒരു ബലികർമ്മങ്ങൾ എവിടെയെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇവിടെ ഇല്ലെങ്കിൽ രാമേശ്വരത്തൊക്കെ പോയിട്ട് ബലികർമ്മങ്ങൾ ചെയ്ത് പിതൃക്കൾക്കുള്ള മകം നക്ഷത്രക്കാരുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം. എന്നാൽ വലിയ ദോഷകരമായിട്ടുള്ള ഗുണദോഷ സമ്മിശ്രിതമാണ്. പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾ വലുതായിട്ട് നമുക്ക് ആഘാതം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും വിദേശമുള്ളവർക്ക് വിദേശത്തേക്ക് പോകുന്നവരും പരീക്ഷ എഴുതുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. എന്തായാലും ദാമ്പത്തികമായ കാര്യത്തിന് ഉണ്ടാകുന്ന കുറേ കാലമായിട്ട് നമ്മൾ അത് അലട്ടിക്കൊണ്ടിരിക്കുന്നതിന് മാറ്റമുണ്ടാകും. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ സ്വാമി രണ്ടും പറയുമെന്ന് പറയരുത്. ധനനഷ്ടം, വന്നു ചേരുന്ന ധനം നഷ്ടപ്പെടാനും സാധ്യത കൊണ്ട് വന്നവരുന്ന പണത്തെക്കുറിച്ച് സുരക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും
കാര്യങ്ങൾ ചെയ്താൽ അത് നഷ്ടപ്പെടാതിരിക്കും. സ്വർണ്ണമാണെങ്കിൽ പെണ്ണുങ്ങൾ സൂക്ഷിക്കുക. വസ്ത്രങ്ങൾ അഴുക്കുള്ള വസ്ത്രങ്ങളെ വീണ്ടും മടക്കി അലമാരയിൽ വെച്ചിട്ട് അത് നശിപ്പിക്കാതിരിക്കുക. ഡ്രൈ വാഷ് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. വസ്ത്രങ്ങളെക്കുറിച്ചും വസ്ത്രങ്ങൾ നശിക്കുന്ന ഒരു കാലം, ആഭരണങ്ങൾ നശിക്കുന്ന ഒരു കാലം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഉദരരോഗത്തിനെ സംബന്ധിച്ചുള്ള അവരുടെ മാസമുറ സംബന്ധിച്ചിട്ടുള്ള ചില രോഗങ്ങൾക്കുള്ള കാലമായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നതും ചെറിയ രോഗങ്ങൾക്ക് പോലും വലുതായിട്ട് വന്ന് സർപ്പബന്ധനം ഉണ്ടാകാതിരിക്കാനായിട്ട് ഡോക്ടർമാരെ കാണുന്നതും ദന്തക്ഷതം ഉണ്ടാകാതിരിക്കാനും കാതുകൾക്കും കണ്ണുകൾക്കും തലമുടിക്കുമൊക്കെ ഒരു പരിചരണം കൊടുക്കുന്ന വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.